എല്ലാവർക്കും നമസ്കാരം. മാനിഫെസ്റ്റേഷൻ പ്രക്രിയയിൽ അലൈൻമെന്റ് എന്ന ഒരു പദം നാം ആവർത്തിച്ച് കേൾക്കാറുണ്ട്. പക്ഷേ അതെന്താണ്? അതെങ്ങനെ ചെയ്യണം എന്ന് പലപ്പോഴും പലർക്കും അറിയില്ല. ഈ വീഡിയോയിൽ അലൈൻമെന്റ് എന്താണെന്നും അത് എങ്ങനെ ചെയ്യണം എന്നും ഞാൻ വിശദീകരിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അലൈൻമെന്റ് അല്ലെങ്കിൽ പൊരുത്തപ്പെടൽ എന്നാൽ എന്താണ് എന്ന് സരളമായി മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കഥ പറയാം. മായ എന്ന ഒരു വ്യക്തി തന്റെ കഴിവുകൾ ഉപയോഗിച്ച് നല്ലൊരു ജോലി നേടുവാനും സാമ്പത്തികമായി ഉയരുവാനും ആഗ്രഹിച്ചു. എല്ലാ ദിവസവും അതിനായി അഫർമേഷൻസ് എഴുതുകയും വിജയത്തെപ്പറ്റി വിഷ്വലൈസേഷൻ ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ സമൃദ്ധിയെ അട്രാക്ട് ചെയ്യുന്നു, ഞാൻ സമൃദ്ധിയാണ് എന്നുള്ള അഫർമേഷൻസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ മാസങ്ങൾ കഴിഞ്ഞിട്ടും തന്റെ സ്ഥിതി ഒന്നും മാറിയില്ല. തന്റെ ജീവിതത്തിൽ സ്റ്റക്കായതുപോലെ അവർക്ക് തോന്നാൻ തുടങ്ങി. ഒരു ദിവസം വൈകുന്നേരം അഫർമേഷൻസ് പറയുന്നതിനിടയിൽ മായ സ്വയം ചോദിച്ചു, ഇതുവരെയും എന്തുകൊണ്ടാണ് സാമ്പത്തികമായി എനിക്ക് ഉയരുവാൻ കഴിയാത്തത്? ഇതിനെപ്പറ്റി ആഴത്തിൽ അവർ ചിന്തിക്കുവാൻ തുടങ്ങി. പല ദിവസങ്ങൾ ചിന്തിച്ചപ്പോൾ മായയ്ക്ക് മനസ്സിലായത് താൻ സമൃദ്ധി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും തന്റെ ഉള്ളിൽ സമൃദ്ധിക്ക് അർഹതപ്പെട്ടവൾ അല്ല എന്ന് വിശ്വസിച്ചിരുന്നതായി അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് അലൈൻമെന്റിനെ പറ്റി മായ കേൾക്കുവാനിടയായത്. അതിന്റെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കിയത്. തന്റെ ആഗ്രഹം നേടിയെടുക്കുവാൻ ഒന്ന് ചിന്തിക്കുക മാത്രമല്ല, മറിച്ച് ആ ആഗ്രഹവുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് അവർക്ക് മനസ്സിലായി. അതെ, അലൈൻമെന്റ് എന്നാൽ നിങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തിയും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോളിനോട് യോജിക്കുന്നതായിരിക്കണം, പൊരുത്തപ്പെടുന്ന രീതിയിൽ ആയിരിക്കണം. അതായത് ഒരു റേഡിയോ ട്യൂൺ ചെയ്യുന്നത് സങ്കല്പിക്കുക. നിങ്ങൾക്ക് 98.3 FM കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്യൂണർ 90.1 FM-ലാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനം എത്ര ഉച്ചത്തിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാലും അത് കേൾക്കാൻ കഴിയില്ല. കാരണം ട്യൂണർ ശരിയായ ഫ്രീക്വൻസിയിൽ അല്ല. എനിക്ക് സ്നേഹം വേണം എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹത്തിന് അയോഗ്യനാണ് അല്ലെങ്കിൽ അർഹതപ്പെട്ടവളല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സമ്മിശ്രമായ സിഗ്നലുകളാണ് അയക്കുന്നത്. നിങ്ങളുടെ ഗോളുമായി നിങ്ങളുടെ ചിന്തകൾ യോജിക്കുന്നില്ല എന്നാണ് ഇതിനെ കാണിക്കുന്നത്. എന്നാൽ നിങ്ങൾ അലൈൻഡ് ആകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും ഇതിനോടകം നിങ്ങളുടേതാണ് എന്ന് ചിന്തിക്കുകയും അത് അനുഭവിക്കുമ്പോൾ അതനുസരിച്ച് അതിനായി ആ ഫീലിംഗ് നിങ്ങളിലേക്ക് കൊണ്ടുവരികയും ആ ഇമോഷൻസ് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ പ്രവൃത്തി ആ ഗോളിന് വേണ്ടി, അതിനെ ആകർഷിക്കാൻ വേണ്ടി മാത്രമായി മാറുന്നു. നിങ്ങൾ ആ ഗോളിനെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുകയും അലൈൻമെന്റിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഈ കഥയിലൂടെ നിങ്ങൾക്ക് അലൈൻമെന്റ് എന്താണെന്ന് വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും അലൈൻമെന്റിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്ന് ഘട്ടം ഘട്ടമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനായി ഒരു 5 സ്റ്റെപ്പ് ഞാൻ ഇവിടെ വിവരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വ്യക്തത നേടുക എന്നതാണ്. നിങ്ങളുടെ ഗോൾ യഥാർത്ഥത്തിൽ എന്താണ്? ആ ഗോൾ എന്തിനാണ് നിങ്ങൾക്ക് ആവശ്യം? ഈ 2 കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗോളിനെ പറ്റി ക്ലിയർ ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ലഭിക്കുന്നില്ല എങ്കിൽ വീണ്ടും അത് നിങ്ങൾക്ക് എന്തിനാണ് ഈ ഗോൾ എന്നുള്ള ആൻസർ നിങ്ങൾ കണ്ടെത്തുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസ്. അതുവഴി വരുന്ന ഫീലിംഗ് നിങ്ങൾ അനുഭവിക്കുക എന്നതാണ്. അതിൻ്റെ അർത്ഥം എന്നാൽ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എൻ്റെ ഈ ഗോൾ എനിക്ക് ഇതിനോടകം ലഭിച്ചാൽ അല്ലെങ്കിൽ ഞാനത് നേടിയെടുത്താൽ എനിക്ക് എങ്ങനെ തോന്നും? എന്ത് വികാരമാണ് ഞാൻ അനുഭവിക്കുന്നത്? അത് സുരക്ഷിതത്വമാണോ, സ്വാതന്ത്ര്യമാണോ, അത് സന്തോഷമാണോ? ആ ഇമോഷൻസ് നിങ്ങളൊരു ഡയറിയിൽ എഴുതി വെക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് എന്ന് നോക്കാം. പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ മാറ്റുക. ഞാൻ യോഗ്യനല്ല അല്ലെങ്കിൽ ഇതെന്നാൽ സാധ്യമല്ല എന്നുള്ള വിശ്വാസങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ ഹോപ്പോണോപോണോ,
EFT ടാപ്പിംഗ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഉപയോഗിച്ച് ആ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ പോസിറ്റീവാക്കി മാറ്റുക. ഇനിയും 4ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പ്രവൃത്തികളെ സ്ഥിരീകരിക്കുക, അതായത് ആക്ഷൻ. നിങ്ങളുടെ ആക്ഷൻ നിങ്ങളുടെ ആഗ്രഹത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോളിനെ പിന്തുണയ്ക്കുന്നതാണോ എന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം വേണമെങ്കിൽ, ഫിറ്റായിട്ടും ഹെൽത്തി ആയിട്ടും ഉള്ള ഒരു ശരീരം ആവശ്യമാണെങ്കിൽ, നിങ്ങൾ സമീകൃതമായിട്ട് ആഹാരം കഴിക്കുന്നുണ്ടോ, എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കുക. അതാണ് നിങ്ങളുടെ ആക്ഷൻ. 5ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ കീഴടങ്ങുക. ഗോള് എപ്പോൾ ലഭിക്കും അല്ലെങ്കിൽ അത് എങ്ങനെ ലഭിക്കും എന്നുള്ള ചിന്തയെ അപ്പാടെ ഉപേക്ഷിക്കുക. പ്രോസസ്സിൽ മാത്രം വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾ ആ പ്രോസസ്സിൽ മാത്രം വിശ്വസിക്കുമ്പോൾ യൂണിവേഴ്സിന്റെ ശക്തിയെപ്പറ്റി മനസ്സിലാക്കുകയും ആ നന്ദിയുള്ള ഹൃദയത്തോടെ നിങ്ങൾ ഇരിക്കുമ്പോൾ ആ ഗോൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരപ്പെടും. ഇതാണ് 5 സ്റ്റെപ്പ്. അപ്പോൾ ഈ 5 സ്റ്റെപ്പ് നിങ്ങളുടെ ഗോളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനിയും നമ്മൾ ഒരുമിച്ച് ഒരു ചെറിയ അലൈൻമെന്റ് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാം. ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പതുക്കെ വെളിയിലേക്ക് വിടുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഗോള് ഓർമ്മിക്കുക. നിങ്ങൾക്ക് ഇതിനകം ഈ ആഗ്രഹം ലഭിച്ചതായി നിങ്ങളുടെ മനക്കണ്ണിൽ കാണുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയാകണം എന്ന് ആലോചിക്കുക. ആ ഗോള് ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങളുടെ ചുറ്റും നിങ്ങൾ എന്താണ് കാണുന്നത്? നിങ്ങളോടൊപ്പം ആരൊക്കെയുണ്ട്? എന്ത് ശബ്ദങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്? എല്ലാം പതുക്കെ നന്നായി വിഷ്വലൈസ് ചെയ്യുക, നന്നായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഉയർന്നു വരുന്ന വികാരങ്ങൾ, ആ ഫീലിങ്സ് അനുഭവിക്കുക. ആ സന്തോഷം, ആ സമാധാനം, ആ കൃതജ്ഞത അനുഭവിക്കുക. ഓരോ സെല്ലിലും അത് അനുഭവിക്കുക. ഈ വികാരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ നിറയട്ടെ. എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ടച്ച് ചെയ്ത് അതിനുശേഷം ഇങ്ങനെ പറയുക: ഞാൻ എൻ്റെ ആഗ്രഹവുമായി അലൈൻഡായിരിക്കുന്നു. എൻ്റെ ചിന്തകൾ, ഇമോഷൻസ്, പ്രവൃത്തികൾ എല്ലാം എൻ്റെ ആഗ്രഹത്തെ പിന്തുണയ്ക്കുകയും അതിനോട് യോജിച്ചിരിക്കുകയും ചെയ്യുന്നു. വീണ്ടും ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വെളിയിലേക്ക് വിടുകയും ചെയ്യുക. ഇപ്പോൾ പതുക്കെ നിങ്ങളുടെ മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരി കൊണ്ടുവന്ന് പതുക്കെ കണ്ണുകൾ തുറക്കുക. എപ്പോഴും ഓർക്കുക, മാനിഫെസ്റ്റേഷൻ എന്നത് ഗോള് അതിനെ ചേസ് ചെയ്യുന്നതല്ല, പിന്തുടർന്നു പോകുന്നതിലല്ല, പകരം നിങ്ങളുടെ ആഗ്രഹവുമായി നിങ്ങൾ എല്ലാ രീതിയിലും യോജിക്കുന്നു എന്നതാണ്. ഗോള് എനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള നിർബന്ധത്തിൽ നിന്നും എനിക്ക് ലഭിച്ചു എന്നുള്ള ഫീലിംഗിലേക്ക് നിങ്ങൾ മാറുക. അപ്പോൾ ദൈവം, യൂണിവേഴ്സ് നിങ്ങൾക്കായി അത്ഭുതത്തിന്റെ വാതിലുകളെ തുറക്കും. ആ ഗോൾ ലഭിക്കാൻ ആവശ്യമായ എല്ലാ ഉറവിടങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് എത്തപ്പെടും. അതുകൊണ്ട് അലൈൻമെന്റ് ആണ് മാനിഫെസ്റ്റേഷന്റെ രഹസ്യ കോഡ്. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.